അത് കഴിഞ്ഞിട്ട് 94 നമുക്ക് ഏറ്റവും വലിയൊരു വിഷമം എന്താ വെച്ചാൽ 1994 ഞങ്ങളുടെ ഗുരുനാഥൻ മരിക്കുകയാണ്. ഒരു ബാച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല. ബാച്ച് കംപ്ലീറ്റ് ആയ സമയത്ത് ഒരു 1989 തുടങ്ങിയ ബാച്ച് 94 കഴിയാൻ പോകലും ഞങ്ങൾ 4ാം വർഷത്തിൽ നിൽക്കലും സമയത്താണ് ഞങ്ങളുടെ ഗുരുനാഥൻ പെട്ടെന്ന് മരിക്കുക. ആ സമയത്ത് ഞങ്ങൾക്ക് വലിയൊരു വിഷമമായി. എന്താ വെച്ചാൽ പരീക്ഷ വരാൻ പോകണം, പരീക്ഷ നടക്കണം. ഇപ്പം എങ്ങനെയൊക്കെ ഇതിൻ്റെ പരീക്ഷ നടത്തണം ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ആ സമയത്ത് പരീക്ഷ എങ്ങനെ നടത്താമെന്നുള്ള രീതിയിൽ ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളുടെ ഗുരുനാഥൻ മമ്മിയൂരാശാന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹമൊക്കെ ഞങ്ങളോടാണ് എല്ലാം പോയി പറയൂ ചെയ്യുമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് തൊട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ മരണം ഞങ്ങളെ വളരെ ഫീൽ ചെയ്തു. എന്തായിരിക്കും ഇനി? അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് മരിക്കാനായിട്ട് മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ കല പഠിച്ചാൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചൊരു ചോദ്യം. വലിയൊരു കാര്യമാണ്. ഞാനിവിടെ വരയ്ക്കാൻ വന്നിട്ട് എൻ്റെ ഒപ്പം ഉള്ളവർ വരയ്ക്കുന്നു, ഭയങ്കരമായിട്ട് വരയ്ക്കുന്നു കണ്ടിട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ ജേർണലിസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, എഴുതുക എന്ന് പറയുന്ന ഒരു ജേർണലിസം. അപ്പം ഞാൻ ആശാനോട് പറഞ്ഞു, ആശാനെ എനിക്കിത് വരയ്ക്കാൻ പറ്റുന്നില്ല, ഞാൻ നിർത്തി, ഞാൻ വേറെ കോഴ്സിലേക്ക് ചേർന്നാലോ എന്ന് ഞാൻ ആദ്യത്തെ വർഷം തന്നെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ആശാൻ പറഞ്ഞ മറുപടി ഉണ്ട്, ഇതോ താൻ ഗുരുവായൂരപ്പൻ്റെ നടയിലാണ് നിൽക്കുന്നത്, താനിത് വരച്ചോ, തൻ്റെ ഭാവി ചിലപ്പോൾ ഇതിലായിരിക്കും എന്ന് പറഞ്ഞൊരു ഒറ്റ വാക്കാണ് എന്നെ ഇവിടെ നിർത്തിയത്. ആ നിന്നുകൊണ്ട് ഞാൻ ഇന്നത് പഠിക്കാൻ എൻ്റെ മാക്സിമം സമയം ഉപയോഗിച്ചു, പഠിക്കുന്നു. 95 അവസാനം ആശാന് ശേഷം പരീക്ഷ നടക്കുന്നു, കോഴ്സ് കഴിയുന്നു, എല്ലാവരും പരീക്ഷ നടന്നു. രണ്ടാമത്തെയാണ് പിന്നെ ആശാന് ശേഷമാണ് പിന്നെ ശ്രീനിവാസൻ മാഷ് ഇവിടെ പ്രിൻസിപ്പളായിട്ട് വരുന്നത്. MK ശ്രീനിവാസൻ മാഷ് പ്രിൻസിപ്പളായിട്ട്. ഈ നമ്മളിങ്ങനെ പറഞ്ഞു പോയപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നത്, ഈ ഗുരുവായൂർ അമ്പലത്തിലെ ചുമർ ചിത്രങ്ങൾ നശിച്ച് പിന്നെ അതൊന്ന് റീസ്റ്റോർ ചെയ്തത് മമ്മിയൂരാശാനാണ്. മമ്മിയൂരാശാൻ ഇപ്പം നമുക്കറിയാം ഗുരുവായൂർ അമ്പലത്തിലെ ചിത്രങ്ങൾ റിനോവേഷൻ ചെയ്യുന്ന ഒരുപാട് കാലം മുമ്പത്തെ ശൈലിയാണ്. ഈ ഗുരുവായൂർ ശൈലി എന്ന് പറയുന്നത് പുലാക്കാട്ട് രാമൻ നായർ കൊണ്ടുവന്നൊരു ശൈലിയാണ്. അദ്ദേഹം ഗുരുവായൂരുകാരനായിരുന്നു. അദ്ദേഹമാണ് ഗുരുവായൂർ ശൈലി എന്ന് പറയുമ്പോൾ നന്നായി എണ്ണച്ചായ ചിത്രം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം രവിവർമ്മ കാലഘട്ടത്തിലുള്ളായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ സമയത്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചിത്രങ്ങൾ കൂടുതൽ ചെയ്യുന്നതിനെ പറ്റി പഴയ ചിത്രങ്ങൾ പുലാക്കാട്ട് രാമൻ നായരും കരുമാപർവ്വത അച്യുതൻ നായരും അതുപോലെ ശ്രീനിവാസ അയ്യരെ പോലത്തെ കുറേ പഴയ പ്രഗത്ഭന്മാരാണ് പണ്ട് ചിത്രങ്ങൾ ചെയ്തിരുന്നത്. പണ്ടത്തെ ചിത്രങ്ങൾ ശ്രീനിവാസ അയ്യരാണ് നമ്മുടെ നരസിംഹം ചിത്രമൊക്കെ ചെയ്ത ഒരു വ്യക്തി. 1952 അദ്ദേഹം നരസിംഹത്തെ ചിത്രം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ വരയ്ക്കുന്നത്. N. ശ്രീനിവാസ അയ്യർ നമ്മുടെ ശ്രീതാറാമിന്റെ അച്ഛനാണ് N. ശ്രീനിവാസ അയ്യർ. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടം ചെയ്യുന്നു. അതിനുശേഷം അഗ്നിക്കിരയായതിനു ശേഷമാണ് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ആളുകളെ കണ്ടെത്താനും നമ്മുടെ മമ്മിയൂരാശാനെ പോലെയുള്ള ആളുകൾ, അവർ ശ്രീനിവാസൻ മാഷ് ഗുരുവായൂരുകാരൻ തന്നെയാണ്, അതുപോലെ തന്നെ KK വാര്യര് അവരെ പോലെ ചിത്രം വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളെ കണ്ടെത്തിയിട്ട് ഓരോരുത്തരും ഓരോ ഭാഗങ്ങൾ എടുത്ത് വരയ്ക്കാം. അപ്പോൾ തെക്ക് ഭാഗം KK വാര്യർക്ക്, ശ്രീകോവിലിന്റെ തെക്ക് ഭാഗം KK വാര്യര്. അദ്ദേഹം സെൻട്രൽ സ്കൂളിലെ ഡ്രോയിങ് അധ്യാപകനായിരുന്നു. പിന്നീട് ചുമർ ചിത്രകലയിൽ വന്നൊരു അദ്ദേഹമാണ് KK വാര്യര്. അദ്ദേഹമാണ് തെക്ക് ഭാഗം വരച്ചത്. പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നതാണ് മമ്മിയൂർ കൃഷ്ണൻ പട്ടാമ്പി കൃഷ്ണവാര്യർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആളുണ്ടായിരുന്നു. ശിഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, ഏതാണ്ട് മമ്മിയൂർ മാഷ ഒപ്പം നിൽക്കുന്ന ഒരു ഗുരുവായൂർ ശൈലി ചിത്രകാരനാണ് പട്ടാമ്പി കൃഷ്ണവാര്യർ. അദ്ദേഹം പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂർ എന്ന് പറയുന്ന നാട്ടുകാരനാണ്. അപ്പൊ അദ്ദേഹം ഒന്ന് മമ്മിയൂരാശാന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ചിത്രകാരൻ. അവർ രണ്ടുപേരും അവരുടെ ശിഷ്യന്മാരും കൂടി ചേർന്നിട്ട് പടിഞ്ഞാറ് ഭാഗം. വടക്ക് ഭാഗം എന്ന് പറയുന്നത് ശ്രീനിവാസൻ മാഷ് നേതൃത്വത്തിൽ ശ്രീനിവാസൻ മാഷ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ശശി കേച്ചേരിയെ പോലെ കുറെ ആളുകൾ അന്ന് വരയ്ക്കാണ്ടായിരുന്നു. അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ആ സമയത്ത് വരച്ച കുറെ വ്യക്തികളുണ്ട്. മമ്മിയൂരാശാന്റെ ഒപ്പം അപ്പുകുട്ടൻ കോട്ടപ്പടി, അതുപോലെ തന്നെ രാജഗോപാല്, സോമേട്ടൻ, പഴയ ചങ്കത്ത് സോമേട്ടനൊക്കെ അന്ന് ഗുരുവായൂർ അമ്പലത്തില് മമ്മിയൂരാശാന്റെ ശ്രീനിവാസ മാഷൊപ്പം വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അന്നത്തെ കുറെ ഗുരുവായൂർ ചിത്രകാരന്മാരുണ്ട്. പണ്ടത്തെ ഒരു അച്യുതക്കുറുപ്പുണ്ട് നമ്മുടെ മമ്മിയൂരുണ്ടായിരുന്നു. അവരൊക്കെ ആയിരുന്നു അന്ന് ഗുരുവായൂർ വരയ്ക്കുന്ന. സുനിൽ സുനിൽ അങ്ങനെ കുറെ ആളുകൾ ഗുരുവായൂർ വരയ്ക്കാവുന്നവരൊപ്പം ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ. കാരണം ഇതൊരു വലിയൊരു അത് ആ ഒരു സമയത്ത് അത് വരച്ച് തീർക്കാൻ ഒരുപാട് സമയം വേണം. ഗുരുവായൂർ അമ്പലത്തിൽ സമയം കിട്ടില്ല വരയ്ക്കാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം അമ്പലം അടച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്പലം ഉച്ചയ്ക്ക് അടച്ചാൽ അമ്പലം ഉച്ചയ്ക്ക് ശേഷം തുറക്കും, വൈകുന്നേരം തുറക്കുന്ന സമയത്തിനുള്ള സമയം കിട്ടുന്നു. അപ്പൊ ആ സമയത്തുള്ള വരയ്ക്കാൻ വർഷങ്ങൾ പിടിച്ചിട്ടാണ് ഗുരുവായൂർ അമ്പലം. പിന്നെ പ്രകൃതിദത്തമായ നിറങ്ങളിലാണ് ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീകോവിൽ ചിത്രമൊക്കെ വരച്ചിട്ടുള്ളത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പഞ്ചവർണ്ണങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ 5 വർണ്ണങ്ങളുടെയും ഒരു മിശ്രിത വർണ്ണ ലേപനം തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ചിത്രങ്ങളുടെ ശൈലി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഗുരുവായൂർ ശൈലി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ശൈലി പോലെയല്ല. അതിൽ വളകൾക്കും ആഭരണങ്ങൾക്കും അതുപോലെ വ്യക്തികൾക്കും ആ വരയ്ക്കുന്ന രൂപങ്ങൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. രവിവർമ്മ ശൈലിക്ക് സമാനമായ രീതിയാണ് നമ്മൾ ഗുരുവായൂർ ശൈലി ചിത്രങ്ങൾ കാണുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അറിയാം, പുലാക്കാട്ട് രാമൻ നായർ വരച്ച ഒരു ചിത്രമുണ്ട്, സാരി ഉടുക്കുന്ന യക്ഷി. വലിയ സംഭവമായി മാറിയതാണ്. ചന്നകര ക്ഷേത്രത്തിലെ ചിത്രത്തിൽ സാരി എടുക്കുന്ന ഒരു യക്ഷിയുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈ സാരി എടുക്കുന്ന യക്ഷി എന്ന് ചോദിച്ചാൽ അത് രവിവർമ്മയുടെ കാലഘട്ടത്തിലാണ് ആ ശൈലി വന്നിട്ടുള്ളത്. അതേ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി
നമ്മൾ ഇതായിട്ട് നമ്മൾ ദേവീദേവന്മാരെ സാരി എടുത്ത് കണ്ടു കഴിഞ്ഞു. സരസ്വതിനെയും ദേവികളെയൊക്കെ നമ്മൾ സാരി എടുത്ത് കണ്ടപ്പോൾ ആ ഒരു സ്വാധീനമായിരിക്കണം അവിടെ സാരി എടുത്ത യക്ഷീനെ വരയ്ക്കാൻ പുലാക്കാട്ട് രാമൻ നായരെ പ്രേരിപ്പിച്ചതെന്ന് ഡോക്ടർ എം ജി ശശിഭൂഷൺ തന്നെ പറയുന്നു. അപ്പോൾ അത് ആ ഒരു തെളിവ് കറക്റ്റായിരുന്നു. അപ്പോൾ ആ ഒരു ശൈലി തന്നെയാണ് ഗുരുവായൂർ ശൈലി. മമ്മിയൂർ ക്ഷേത്രത്തിലും അതുപോലെ അന്നകരയിൽ, അതുപോലെ തന്നെ നമ്മുടെ മൂക്കുതല പകരാവൂർ ക്ഷേത്രം, അതുപോലെ തന്നെ നമ്മുടെ തിരുമറ്റക്കോട് ക്ഷേത്രം, ഇവിടെയൊക്കെ കാച്ചാങ്കുറിശി, ഇതൊക്കെ കാണുന്ന ഗുരുവായൂർ ശൈലി പറയുന്ന ചിത്രങ്ങൾ. കാരണം ഈ ഇതൊരു വലിയൊരു സ്വാധീനമായിട്ട് പടർന്നതായിരിക്കാം അല്ലേ ഈ ചുറ്റുവട്ടത്തേക്കുള്ള അമ്പലങ്ങളിൽ. അങ്ങനെ ഇരിക്കാം. എന്താ വെച്ചാൽ ഇപ്പോൾ മമ്മിയൂരാശാൻ ചെയ്ത ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോൾ പുലാക്കാട്ട് രാമൻ നായർ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് കരുമാവർമ്മ തച്ചു നായർ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞങ്ങളുടെ മമ്മിയൂരാശാൻ. അപ്പോൾ ഒരു ഗുരുവായൂർ ശൈലിയുടെ തലമുറ വരുന്ന പുലാക്കാട്ട് രാമൻ നായർ, കരുമാവർമ്മ തച്ചു നായർ, മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരായി. അപ്പോൾ ഈ 3 തലത്തിലേക്കാണ് വരുന്നത്. അതിനുശേഷം വരുമ്പോൾ ശ്രീനിവാസൻ മാഷിലേക്കും കെ വാര്യരിലേക്ക് അത് മാറും. അപ്പോൾ ഇതിലോട് ഏകദേശം പിന്നെ അപ്പുകുട്ടൻ കൊട്ടപ്പടി വരെ നമുക്കിപ്പോൾ പറയാം. അതുവരെ നമുക്ക് ഗുരുവായൂർ ശൈലി എന്ന് പറയുന്ന ഒരു ശൈലി നമ്മൾ നിൽക്കുന്നുണ്ട്. ഒരു യൂണീക്ക് തന്നെയാണല്ലേ. പക്ഷെ നമ്മുടെ ആശാൻ ഗുരുവായൂരും ഈ ചുമർ ചിത്രോണിന്റെ പ്രിൻസിപ്പൾ ആയപ്പോൾ നമ്മളോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗുരുവായൂർ ശൈലി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും നിർബന്ധം. നിങ്ങളെല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ശൈലികൾ കണ്ടിട്ട് ആ ശൈലി മനസ്സിലാക്കി നിങ്ങൾ സ്വയം ഒരു ശൈലി ഉണ്ടാക്കണം. അതാണ് നമ്മൾക്ക് കിട്ടിയ പഠിക്കണ വിദ്യാർത്ഥികൾക്ക് കിട്ടിയ 1-2 ബാച്ചുകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ആശാൻ നമുക്ക് അത്ര ഫ്രീഡം തന്നിരുന്നു. 92 ഞങ്ങൾ പഠിക്കുമ്പോൾ മമ്മിയൂർ അമ്പലത്തിൽ ചിത്രം വരച്ചോളം കൊണ്ട് ഞങ്ങളെ വിടുകയാണ് നാച്ചുറൽ കളർ ചെയ്യാൻ. ഞങ്ങൾ അറിയണതിനെ കിട്ടുമ്പോൾ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരും ഇങ്ങനെയാണ് വരയ്ക്കുക, ധൈര്യസമേതം വരച്ചോളൂ കൊണ്ട് ദശാവതാരം ചിത്രം വരച്ച ഒരാളാണ് ഞാൻ. അവിടെ 3 ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു കൂർമ്മ വരച്ചിട്ടുണ്ട്, അതുപോലെ ഒരു വ്യാസന വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പരശുരാമനെ വരച്ചിട്ടുണ്ട്. ഈ 3 ചിത്രം മമ്മിയൂർ ക്ഷേത്രത്തിലെ അഷ്ടാക്ഷരം എന്നുള്ള ചിത്രം വരച്ചു. അങ്ങനെ 4 ചിത്രം വരച്ച ആളാണ് ഞാൻ. അന്ന് നമുക്ക് ധൈര്യം തന്നു ആശാന്റെ ധൈര്യം. ഭയങ്കര ധൈര്യമാണ്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ മമ്മിയൂർ കൃഷ്ണൻ മാഷിന്റെ ഒരു സമർപ്പണത്തിന്റെ അതൊരു അടിസ്ഥാനമാണ് അല്ലേ ശരിക്കും. ഭയങ്കര ഇങ്ങനെ ഒരു ആരംഭകാലത്തുള്ള ഒരു സ്ട്രഗിള്, ഇതൊരു ഗുരുകുലം പോലെയാണല്ലോ സ്റ്റാർട്ട്. ഒരുപാട് ബുദ്ധിമുട്ടില്ല. ഭക്ഷണം സൈക്കിളിൽ കൊണ്ടുവരണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആനക്കോട്ടയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാപനം തുടങ്ങിയത്. അന്ന് പഠിക്കുന്ന ബാച്ചുകാർ കൂടുതലും ഇവിടെ നിന്ന് അന്ന് നമുക്ക് ഉണ്ടായിരുന്ന പന്തീരടി ചോറ്, പടച്ചോറ് എന്ന് പറയും. ഈ ചോറും ഇതാണ് അവിടേക്ക് തന്നിരുന്നത്. അപ്പം ഇവിടെ നിന്ന് സൈക്കിള് ചവിട്ടിയിട്ടാണ് അവർ ആനക്കോട്ടയിലേക്ക് ചോറ് കൊണ്ടുപോയത്. കറി ഞങ്ങൾക്കൊക്കെ മണ്ണെണ്ണ സ്റ്റൗ തന്നിരുന്നു. സ്റ്റൗവിൽ കറി ഉണ്ടാക്കലാണ് അവിടുന്ന് ചെയ്യുക. നമ്മൾ കറി ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുക. അന്ന് ചോറ് തന്നിരുന്നു. ഇതേ സാധനം തന്നെയാണ് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ സത്രത്തിലേക്ക് ഞങ്ങൾക്ക് ചോറ് തന്നിരുന്നുള്ളൂ, കറി തന്നിരുന്നില്ല. അന്ന് ഞങ്ങൾക്കൊക്കെ മണ്ണെണ്ണ പെർമിറ്റ് ഉണ്ടായിരുന്നു. മണ്ണെണ്ണയ്ക്ക് എല്ലാവർക്കും മണ്ണെണ്ണ സ്റ്റൗ ഉണ്ട്. ഒരു 2 ആൾ വെച്ചിട്ട് മണ്ണെണ്ണ സ്റ്റൗ ഓരോരുത്തർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ മണ്ണെണ്ണ സ്റ്റൗവിൽ കറികളൊക്കെ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. പിന്നീട് ഞങ്ങൾ വന്നതിന് ശേഷമാണ് കറികൾ വേണമെന്നും ആവശ്യപ്പെടും. ഞങ്ങളുടെ ബാച്ച് വരുന്നത് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരുപാട് 250 സ്റ്റൈപ്പൻഡിലാണ് ഞങ്ങൾ പഠിച്ചത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഓരോ അമ്പലങ്ങൾ കാണാൻ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ടി നടന്നത്. ഞങ്ങൾ തൃക്കടീരി അമ്പലം എന്ന് പറഞ്ഞ ഒറ്റപ്പാലത്ത് തൃക്കടീരി അമ്പലം കാണാൻ പോയത് 18 കിലോമീറ്റർ നടന്നിട്ടാണ് രാത്രി. നമ്മൾ പറയാം അത്രയും നമ്മൾ ബുദ്ധിമുട്ടി കാണാനും മനസ്സിലാക്കാനും. ഓരോ ക്ഷേത്രങ്ങളിൽ പോയി കാണുന്നു, ചിത്രങ്ങൾ ശേഖരിക്കുന്നു, അവിടെ നിന്ന് അന്ന് കൊണ്ടുവന്ന് കോപ്പി ചെയ്ത് വയ്ക്കുന്നു. അതാണ് ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളിലെ ചിത്രമൊക്കെ ഇവിടെയുള്ളത്. ഇന്ന് ആർക്കിയോളജി സെൻട്രൽ ആൾക്ക് സ്റ്റേറ്റ് ആർക്കിയോളജിക്ക് നിയമം കൊണ്ടുവന്നു എടുക്കാൻ പാടില്ല. ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു. മെഴുക് വെച്ച് ഞങ്ങൾ പരീക്ഷയുടെ വിഷയം എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലെ ചിത്രം കോപ്പി ചെയ്ത് ആ ചിത്രമാണ് ഞങ്ങൾ വരയ്ക്കാൻ പറയും. ഞങ്ങളുടെ ആ ട്രേസ് അതേ ചിത്രം അതേപോലെ വരയ്ക്കാൻ പറയും. അപ്പോൾ മെഴുക് വെക്കുമ്പോൾ ചിത്രത്തിന് ഒരു കേടും വരില്ല. എനിക്ക് കിട്ടിയത് മുണ്ടൂര് എന്നുള്ള സ്ഥലത്ത് വെട്ടിക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്, വെട്ടിക്കാവല ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ മറ്റേ ദക്ഷിണാമൂർത്തിയാണ് എനിക്ക് തന്നത്. ഞാൻ അവിടെ പോയി മെഴുക് വെച്ച് ട്രേസ് ചെയ്ത് പകർത്തി ആ ചിത്രമാണ് ഞാനിവിടെ വന്ന് ചെയ്ത സമയം. അപ്പം അന്ന് അത്രയും നമുക്ക്, പക്ഷെ അന്ന് ആരും ഈ കല അറിയുന്നില്ല. കൂടുതൽ ക്ഷേത്രങ്ങളിൽ പോയി കലകൾ മനസ്സിലാക്കി പഠിച്ചു വരുമ്പോഴാണ് ഇതിൽ ഇന്ന ക്ഷേത്രങ്ങൾ ചിത്രങ്ങൾ ഉണ്ടെന്നും ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ടെന്നും മനസ്സിലാക്കി ഇതുപോലെയാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ശേഖരിക്കുന്നു. നമ്മളെല്ലാ ചിത്രങ്ങളും ഇവിടെ ഉള്ളത് അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ പുണ്ടരീകപുരം ക്ഷേത്രത്തിലെ ചിത്രമുണ്ട്, നമ്മുടെ കയ്യിൽ പനയന്നാർക്കാവിലെ ക്ഷേത്രത്തിലെ ചിത്രമുണ്ട്, തൊടികളത്തെ ചിത്രമുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലെയും കോപ്പി ചിത്രം നമ്മുടെ കയ്യിലുണ്ടെന്ന് കുട്ടികൾക്ക് അത് വെച്ച് പഠിക്കാം. അവിടെ പിന്നീടാണ് അവർ പോകുന്നതെങ്കിലും ഇതൊക്കെ കാണാൻ സാധിക്കുന്നത് ഒന്ന് പഠന കേന്ദ്രത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉള്ളതോ. അത് അന്ന് നിങ്ങൾ ഒരു സ്ട്രഗിൾ എടുത്തതുകൊണ്ട് ഒരുപാട്. പിന്നെന്താ ഗുണം വെച്ചാൽ അതിന് ശേഷം ആ പഠിച്ചിറങ്ങിയവർ തന്നെ ഇതിന്റെ സ്ഥാപനത്തിലേക്ക് വന്നപ്പോൾ ആ സ്ഥാപനത്തിൽ അവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അവരതിന് ചോറ് വേണം,
ഭക്ഷണം വേണം, ഇവരെ സ്റ്റൈപ്പൻഡ് കൂട്ടണം, എല്ലാ കാര്യങ്ങളും വേണമെന്ന് പറയുമ്പോൾ അതുപോലെ അനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടി. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രസാദോട്ടിൻ്റെ ഭക്ഷണം മൊത്തം കിട്ടുന്നുണ്ട്. സ്റ്റൈപ്പൻഡ് 1000 രൂപയ്ക്ക്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടൊന്നും വരാത്ത അവര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗുരുകുലത്തിന്റെ ആ ഒരു ഗുരുകുലമാണെങ്കിൽ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ഒന്നുകൂടി കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജ് രീതിയിലാക്കി മാറ്റി. അപ്പൊ അങ്ങനെയല്ലായിരുന്നു, സ്ട്രിക്റ്റ് അതല്ല, മറ്റേ ഗുരുകുലല്ല, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള തോന്നലേക്ക് 10 കുട്ടികളെയാണ് മുമ്പ് ടെസ്റ്റ് ഇന്റർവ്യൂ നടത്തി നമ്മൾ ചെയ്തെടുത്തിരുന്നത്. അതും പ്ലസ് SLC ആയിരുന്നു മുമ്പുണ്ടായിരുന്ന 2019 വരെയുള്ള ബാച്ച് അടിസ്ഥാന വിദ്യാഭ്യാസം SLC പാസ്സായ കുട്ടികൾക്ക് 20 വയസ്സുള്ള കുട്ടികൾക്കായിരുന്നു. 2019 ബാച്ച് തൊട്ട് അത് +2 പാസ്സായ കുട്ടികൾക്ക് വേണമെന്നും അത് 26 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാവാം, ആൺകുട്ടികളെയും പെൺകുട്ടികളും. ഇവിടെ പെൺകുട്ടികളെ പഠിപ്പിച്ചിരുന്നില്ല. അതിനുശേഷം തോട്ടത്തിൽ രവീന്ദ്രൻ വന്ന ഭരണസമിതി വന്നപ്പോൾ അന്ന് TR ഹാരി എന്ന് പറയുന്ന അദ്ദേഹം മെമ്പറായിരുന്നു, അന്നത്തെ ഭരണസമിതി മെമ്പർ. അദ്ദേഹം മറ്റേ SN കോളേജിലെ SN കോളേജിലെ എക്കണോമിക്സ് അധ്യാപകനൊക്കെ ആയിരുന്നു, പ്രൊഫസറൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, എന്തിനിങ്ങനെ ആൺകുട്ടികൾ മാത്രം പഠിച്ചാൽ മതി, പെൺകുട്ടികൾക്ക് പഠിച്ചുകൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ അത് നോക്കണേ, നമുക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളതിന് ഓക്കെ ആണെന്ന്. അപ്പോൾ സാർ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞപ്പോൾ പെൺകുട്ടികളുടെ രീതിയിൽ അപേക്ഷ കൊടുക്കുന്നു. അവരെ നമ്മൾ അതിൽ ആൺകുട്ടികൾക്ക് മാത്രം അപേക്ഷയിൽ എഴുതാറുണ്ട്. ആ തവണ ആൺകുട്ടികൾക്ക് മാത്രം അപേക്ഷ എഴുതാതെ അപേക്ഷ 2 അപേക്ഷ വന്നു. ആ 2 കുട്ടികൾ ആദ്യമായിട്ട് പെൺകുട്ടികളായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്ന് പഠിക്കാൻ വന്നു. അതിനുശേഷം പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും, അവർക്ക് നിയമം എന്താ വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിലെ പഠിപ്പിക്കുന്ന സ്ഥാപനമായതുകൊണ്ടും ഇവിടെ ഭക്തിയും ചിട്ടയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവർ രക്ഷിതാക്കൾക്ക് നമ്മൾ. അപ്പോൾ നമ്മൾ നിങ്ങളതൊന്നും വിഷയമല്ല, ഇത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥിയായി കണ്ടാൽ മതി. ക്ഷേത്രങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ പോകുന്ന സമയത്ത് അത് എല്ലാം ഒഴിവാക്കുക. ബാക്കി സമയത്ത് പഠിക്കുന്ന സ്റ്റുഡൻ്റായി മാറിയാൽ മതി പറഞ്ഞുകൊണ്ട് ഇപ്പം അങ്ങനെ മാറിയോണ്ട് പെൺകുട്ടികളുടെ ഏറ്റവും കൂടുതൽ തള്ളിക്കയറ്റം നമുക്ക് ഇപ്പോൾ പഠിക്കുന്ന ബാച്ച് 2 ബാച്ച് പഠിക്കുന്നുണ്ട്. 5ാം വർഷം പഠിക്കുന്നുണ്ട്, അതുപോലെ 2ാം വർഷം പഠിക്കുന്നുണ്ട്. 5ാം വർഷം പഠിക്കുന്നതിലും നമുക്ക് 3 പെൺകുട്ടികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2ാം വർഷം പഠിക്കുന്നതിൽ 5 പെൺകുട്ടികൾ പഠിക്കുന്നു. അത് പല ജില്ലകളിൽ നിന്നാണ് കുട്ടികൾ ഇവിടെ താമസിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവർക്ക് ആൺകുട്ടികൾക്ക് ഇവിടെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ നമ്മൾ ദിവസം മുമ്പ് കൊടുത്തിരുന്നു, പക്ഷെ പെൺകുട്ടികൾക്ക് മുമ്പ് ഹോസ്റ്റൽ കൊടുത്തിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വിജയമാഷ് വന്ന ഭരണസമിതി അവർക്ക് മറ്റേ ആനക്കോട്ടയ്ക്ക് അടുത്തുള്ള ഫ്ലാറ്റിൽ നമുക്ക് സൗകര്യങ്ങൾ കൊടുത്ത് കുട്ടികൾക്ക് അവിടെ ഫ്രീ ആയി താമസിക്കാനുള്ള സൗകര്യം കൂടി ഇപ്പോൾ ദിവസം കൊടുത്തിരിക്കും. നല്ല ഫ്ലാറ്റും സൗകര്യമൊക്കെ കൊടുത്തിരിക്കും.